ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഇബാദത്തിന്റെ കൂലി. അതിന് ഇബാദത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ 12 മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം ഭാര്യയും ഭർത്താവും ബന്ധപ്പെടാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്ന സമയത്ത് 12ഉം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. ഏറ്റവും ചുരുങ്ങിയത് ചെയ്യാനുള്ള കാര്യം, ഏറ്റവും ചുരുങ്ങിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒന്ന് നീ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങാവൂ എന്ന് നബിയിന റസൂലുള്ളാഹി എന്ത് പറഞ്ഞിട്ടേ തുടങ്ങാവൂ? പറ, എന്ത് പറഞ്ഞിട്ടേ തുടങ്ങാവൂ? ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ എന്തു പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ, ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലടാ, ഇപ്പൊ ഇത് പറയാനാ വന്നേ. നിങ്ങൾ ചോദിക്കുമല്ലോ, ഞാൻ മറുപടി പറയാം. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോഴേ അങ്ങനല്ലേ പറയാ? കുരുത്തക്കല്ലേ പറയാ? മക്കളൊക്കെ കിടന്ന് എന്തെങ്കിലും കാണിക്കുമ്പോ വാപ്പ ചോദിക്കും, എന്താ ശൈത്താന്റെ പണി കാണിക്കുന്നോടാ? ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നോടാ ചോദിക്കൂലേ? ചില ഉപ്പയും ചോദിക്കും, ചില ഉമ്മയും ചോദിക്കും. ഓനെ കുറ്റം പറയണ്ട. നിങ്ങൾ നോക്ക്, ഇപ്പൊ താഴെ ബിരിയാണി ഉണ്ട്, കഴിക്കാൻ പോവാ. ഒരു മനുഷ്യൻ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ കൂടെ ആര് കയറി ഇരുന്ന് കഴിക്കും? പറ ചങ്ങാതി, ആര് കഴിക്കും? ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ കൂടെ ആര് കഴിക്കും? ശൈത്താൻ കഴിക്കുമോ? കഴിക്കും. നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മില്ല പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും കൂടെ കൂടുമെന്ന് നബിയിന റസൂലുള്ളാഹി. ആരും കൂടെ കൂടും? ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ അവിടെ ശൈത്താനും കൂടും. പിന്നെ മോനെ നോക്കിയിട്ട് ശൈത്താന്റെ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ മക്കളെ വിളിച്ചിട്ടില്ല ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ നീ ശ്രദ്ധിക്ക്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് എന്ത് പറയണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മോനെ, നീ ബിസ്മി പറയണം, നീ ദുആ ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേക ദുആ തന്നെ മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒളുവെടുത്തിട്ട് വേണം നീ കിടപ്പറയിലേക്ക് കടന്നു പോകാൻ. അവിടെ നിന്ന് പ്രവാചകം പഠിപ്പിച്ചപ്പോ ഒന്നാമത്തെ കാര്യം, ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം നീ എന്ത് ചെയ്യണം? ബിസ്മി പറയണം, നീ ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം ഔറത്ത് കാണാൻ പാടില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തുൽ അൻആം അറാഫൊക്കെ എടുത്തു നോക്ക്, അതിനകത്ത് പറയുന്നുണ്ട് പരസ്പരം ഔറത്ത് കാണാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്റെ പെണ്ണും പിള്ളയുടെ ശരീരം എനിക്ക് കാണാനല്ല നാട്ടുകാർക്ക് കാണാനാ? അത് ചോദ്യം. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്കതറിയില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ എടുത്ത് നോക്ക്, അവിടത്തെ അവസാനം 182-ാമത്തെ ആയത്ത് മുതൽ അങ്ങോട്ട് എടുത്തു നോക്കുമ്പോ കാണാൻ പാടില്ല. കാരണം എന്തേ? കാണാൻ പാടില്ല. അതിനകത്ത് എന്തോ ഒരു അർത്ഥമുണ്ട്. അള്ളാഹു നന്മ മാത്രം മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. കാരണം പ്രായമുള്ളവരുണ്ട്, ഉസ്താദന്മാരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ എന്തിനാ? നന്മയാണ്, നല്ലതാണ്. എങ്കിലും സദസ്സിനോടുള്ള ബഹുമാനം കാരണം ഞാൻ പറയുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലേ ഒരു നല്ല മോനെ കിട്ടത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞു വന്നേ. അല്ലാതെ ഒറ്റയടിക്ക് മദ്രസയെ കൊണ്ട് വിട്ടിട്ട് നന്നാവടാ എന്ന് പറഞ്ഞാൽ നന്നാവൂല. അപ്പൊ നന്നാക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട, വാഴ നട്ട് കൊലച്ചതിന് ശേഷം വളവിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? ആദ്യമേ നോക്കണം.